ഓം ശാന്തി. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നല്ല സ്വഭാവത്തെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, അതിലൊരു നല്ല ഗുണത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് മറ്റേത് രീതിയിലുള്ളതായിരിക്കുന്ന മാറ്റവും മനുഷ്യന്മാരെ സംബന്ധിച്ചൊരു എളുപ്പമാണ്. ഒരു ജോലി ഒന്ന് വിട്ട് മറ്റൊന്ന് നേടണം എന്ന് വിചാരിച്ചാൽ അതും എളുപ്പത്തിൽ നേടിയേക്കും. ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്ത് താമസിക്കണം എന്ന് വിചാരിച്ചാൽ അതും പിന്നെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു റിലേഷൻ വേണ്ടാന്ന് വെച്ച് വേറൊരു റിലേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അതും എളുപ്പമുള്ള കാര്യമാണ്. ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? എൻ്റെ ഉള്ളിൽ ഉറച്ചുപോയ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ളതായിട്ടുള്ള കാര്യം. പക്ഷേ അതിനെ വിധിപൂർവമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളതും അത് തന്നെയാണ്. കാരണം ഞാൻ പ്രവർത്തിക്കേണ്ടത് മറ്റെവിടെയോ അല്ല, മറ്റാരിലുമല്ല, എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇഷ്ടികയും സിമൻറ്റും ചേർത്തായിട്ടുള്ള മിശ്രിതവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, നല്ല ഒരു കാര്യം എന്ന് പറയുന്ന ഒരു ഇഷ്ടികയാണെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്നതായിട്ടുള്ള ഗുണം അതിന് വേണ്ടതായിട്ടുള്ള സിമൻ്റാണ്. ഒരു കാര്യം അതായത് എനിക്കൊരു എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, എക്സസൈസ് ചെയ്യണം, പഠിക്കണം, അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റിട്ട് അതനുസരിച്ച് ഇന്ന് ഞാൻ നല്ല ഉത്സാഹത്തോടെ ചെയ്തേക്കും, നാളെ ആകുമ്പോൾ കുറച്ച് അതിൻ്റെ ഡിഗ്രി കുറയും, പിറ്റേ ദിവസം ആകുമ്പോൾ കുറച്ചുകൂടെ കുറയും. അങ്ങനെ പലരും പറയാറുണ്ട്, ഒരു ന്യൂ ഇയർ വരുന്ന സമയത്ത് ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കും. ഒരാഴ്ച 2 ആഴ്ച തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകും. 2 ആഴ്ച കഴിയുമ്പോൾ പതുക്കെ കുറഞ്ഞ് 1 മാസം കഴിയുമ്പോൾ ഇനി അടുത്ത ന്യൂ ഇയറിൽ ഒരു പുതിയ തീരുമാനമെടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു വലിയ ഗുണമായിരിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത, ഒരു കാര്യത്തോടുള്ളതായിട്ടുള്ള സമർപ്പണം, ആ ഒരു ഗുണം നിങ്ങൾ കൊണ്ടുവരാൻ ഒരു കാര്യത്തിൽ ശ്രമിച്ചാൽ മതി. ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്നിനോടനുബന്ധമായിട്ട് പതുക്കെ മറ്റെല്ലാം വന്നോളും. ഒരു രാവിലെ എഴുന്നേറ്റ് വാക്കിങ്ങിന് പോകുന്നത്, ഒരു 10 മിനിറ്റ് വാക്കിങ്ങിന് പോകാൻ നിശ്ചയിച്ച് ആ 10 മിനിറ്റ് എന്ത് തന്നെ അവസ്ഥയിലും എവിടെയാണെങ്കിലും, എനിക്ക് അഥവാ ഒരു ഹോട്ടൽ റൂമിൽ ഞാൻ താമസിക്കുകയാണ്, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ കൊറിഡോറിൽ നടന്നിട്ടാണെങ്കിലും ഞാൻ 10 മിനിറ്റ് നടന്നിരിക്കും എന്ന ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അതിനെ പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുകയാണെങ്കിൽ പതുക്കെ ഒരു കാര്യത്തെ, ഒരു കർമ്മത്തെ, ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയതായിട്ടുള്ള നിരന്തരമായ പരിശ്രമം, ആ ഒരു കാര്യത്തിൽ മാത്രമല്ല മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതൊരു ചേഞ്ചും സ്വീകരിക്കാനുള്ളതായിരിക്കുന്ന ഒരു ശക്തി അഥവാ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യപ്പെടും. അങ്ങനെ കർമ്മം എന്നതായിരിക്കുന്ന നല്ല സ്വഭാവം എന്ന ഒരു ഇഷ്ടികയ്ക്ക് കമ്മിറ്റ്മെൻറ്റ് എന്നതായിരിക്കുന്ന ഒരു സിമൻറ്റ് കൊണ്ട് ഉറപ്പിക്കുകയാണെങ്കിൽ പതുക്കെ ഒരു ഇഷ്ടികയുടെ മേലെ വേറൊരു ഇഷ്ടിക വെച്ച് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാക്കും പോലെ നമുക്കും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഗുണങ്ങൾ, ജീവിതത്തിൽ ഒരു ഗുണമല്ല ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുവരേണ്ടവർ തന്നെയാണ് നമ്മളെല്ലാ മനുഷ്യന്മാരും. എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും ഒരു ഗുണത്തെ കൊണ്ടുവരാൻ വേണ്ടി ഈ രീതിയിൽ ഒരു പരിശ്രമവും ഒരു സമർപ്പണവും അതിനൊരു പ്രതിബദ്ധതയോടുകൂടെ മുന്നോട്ട് പോരുകയാണെങ്കിൽ ഒന്നായിക്കൊണ്ട് പതുക്കെ നമ്മൾ ഇന്നൊരു ദിവസം 10 പേജ് വായിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ആ 10 പേജ് വായിക്കുക എന്നുള്ളതിൻ്റെ സ്ഥിരം ശീലം ഏതവസ്ഥയിലാണെങ്കിലും എവിടെയാണെങ്കിലും 10 പേജ് വായിക്കും എന്നൊരു സ്വഭാവം കൊണ്ടുവന്നാൽ ആ വായന എന്നൊരു സ്വഭാവം പതുക്കെ ബാക്കി എല്ലാ ഗുണങ്ങളെയും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളൊക്കെ വിശകലനത്തിലൂടെ ലിസ്റ്റ് ചെയ്ത ശേഷം അതിൽ നിന്ന് ഏറ്റവും പ്രയോറിറ്റിയുള്ള പ്രധാനം എന്ന് തോന്നുന്ന ഒരൊറ്റ ഗുണത്തെ കൊണ്ടുവരാൻ വേണ്ടി ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പതുക്കെ നിങ്ങൾ നോക്കിക്കോളൂ, മാസങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങും. വർഷങ്ങൾ കൊണ്ട് നമ്മൾ പുതിയ മനുഷ്യനായി മാറ്റപ്പെടും. അതുകൊണ്ട് ഒരു സ്വഭാവം എന്ന ഇഷ്ടികയും അതിനുള്ളതായിട്ടുള്ള സമർപ്പണം അഥവാ പ്രതിബദ്ധത എന്നതായിരിക്കുന്ന സിമൻറ്റും ചേർത്ത് ജീവിതം എന്നതായിരിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിനെ കെട്ടിപ്പടുക്കാൻ ആർക്കും സാധിക്കും. ശ്രദ്ധ എന്നൊരു കാവൽക്കാരനെ കൂട്ടുവെക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. ശ്രദ്ധയില്ലാതെ അതിൽ നിന്ന് വെട്ടിക്കളഞ്ഞാൽ നാളെ ടെൻഷനിലാവും. അതുകൊണ്ട് അറ്റൻഷനെ കൂട്ടുകാരനാക്കുക, ടെൻഷന് ബൈ പറയുക, നല്ലൊരു സ്വഭാവത്തെ കൊണ്ടുവരിക, ജീവിതത്തെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്ക് കെട്ടിപ്പടുക്കുക നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.